മോർണിംഗ്. ഇന്ന് ഞാൻ ഇച്ചിരി താമസിച്ചാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ജോലികളും ഇനി താമസിച്ചായിരിക്കും നടക്കുന്നത്. ഇന്നലെ രാത്രിയിൽ നന്ദൂട്ടന് ഭയങ്കര പനിയും ചൂടും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ ആരും ഉറങ്ങിയില്ല. എഴുന്നേറ്റപ്പോഴും ഒത്തിരി ലേറ്റായിപ്പോയി. ഇപ്പം ഇച്ചിരി കുറവുണ്ട് കേട്ടോ. ആർക്ക് അസുഖം വന്നാലും നമുക്ക് സങ്കടം തന്നെയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെപ്പാടെ തകർന്നു പോകും. പിന്നെ ഇതിനൊക്കെ ഉപരി ഡോക്ടറിനെ കാണിച്ച് മരുന്ന് മേടിച്ചാലോ, അത് കുടിപ്പിക്കാനായിട്ട് എന്തൊരു പാടാ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു. ദോശയ്ക്ക് സാമ്പാറാണ് എടുത്തത്. ഇനി ഇത് കുഞ്ഞിനെ കഴിപ്പിക്കുന്നത് വലിയൊരു ജോലിയാണെങ്കിലും ഈ ജോലി മിക്ക ദിവസവും ചെയ്യുന്നത് പ്രശാന്തേട്ടനാണ്. അവരച്ഛനും മോനും കൂടെ കഥയൊക്കെ പറഞ്ഞ് കിളിയൊക്കെ കണ്ടുകൊണ്ട് രാവിലത്തെ ഒരു ദോശ കഴിപ്പും ഇഡലി കഴിപ്പും ഒക്കെയാണ് അവർ തമ്മിലുള്ള വലിയൊരു മിംഗ്ലിങ്ങും കാര്യങ്ങളും ഒക്കെ. രാവിലെ പിന്നെ മീൻ കിട്ടിയിരുന്നു. കൊഞ്ചായിരുന്നു കിട്ടിയത്, ചെമ്മീൻ. ഇവിടങ്ങളിൽ കൂടുതലും കൊഞ്ച് എന്നാണ് പറയുന്നത്. അത് എല്ലാവർക്കും തീയിൽ കഴിക്കാനായിട്ടുള്ളൊരാഗ്രഹമായിരുന്നെങ്കിലും എനിക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ തീയിലൊന്നും പെട്ടെന്ന് മെനക്കെട്ടുണ്ടാക്കുന്ന ഒരാളല്ല കേട്ടോ. തേങ്ങയൊക്കെ തിരുമ്മി വറക്കുക, അതിനു വേണ്ടി വഴറ്റുക എന്നൊക്കെ ഉള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഇത് തേങ്ങ അരച്ച് പച്ചക്കറി വെക്കുന്ന ഒരു രീതിയിലാണ് വെക്കുന്നത്. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റുള്ള കാര്യം തന്നെ. അപ്പം സാമ്പാറും ഇതുമാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചോറ് കൊടുത്തുവിടാൻ പറ്റുമെങ്കിൽ കൊടുത്തുവിടാനായിട്ടിരിക്കുവാണേ. ചോറ് കൊടുത്തു വിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേട്ടന് ഉച്ചയ്ക്ക് വന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ വെയിലാണെങ്കിൽ നല്ല വെയിൽ, മഴയാണെങ്കിൽ നല്ല മഴ, അതിൻ്റെ ഇടയ്ക്ക് റോഡ് പണിയും കൂടെ നടക്കുന്നത് കൊണ്ട് ചേട്ടനെ ഇട്ട് അലപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി എന്നും ഞാൻ ചോറ് കൊടുത്തു വിടുന്നുണ്ട്. അതുകൊണ്ട് വേറൊരു ഉപകാരമുണ്ട്. രാവിലെ തന്നെ എൻ്റെ അടുക്കളയിലെ എല്ലാ ജോലികളും ഒതുങ്ങി ഞാനൊന്ന് ഫ്രീ ആവും. പിന്നെ വീട്ടിലെ തൂപ്പും തുടപ്പും കുഞ്ഞാവയുടെ തുണി കഴുകലും എല്ലാം കൂടെ കഴിയുമ്പോൾ എങ്ങനെ പോയാലും 10-11 മണിയാകുമ്പോൾ ജോലിയെല്ലാം ഒതുക്കി ഫ്രീ ആകാനായിട്ട് പറ്റും. ആ ഫ്രീ ആകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എനിക്ക് വേണ്ടി പരീക്ഷാകാലങ്ങളല്ലേ വരുന്നത്, നല്ലൊരു സ്റ്റഡി മെറ്റീരിയൽസൊക്കെ എടുത്ത് സ്റ്റഡി പ്ലാനൊക്കെ പഠിച്ചു തുടങ്ങണമെന്ന് കരുതാറുണ്ട്. എങ്കിലും അതൊന്നും സാധിക്കാറില്ല കേട്ടോ. പഠിക്കുന്ന കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുമെങ്കിലും പഠിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. പിന്നെ കുറച്ച് കൊഞ്ചെടുത്ത് ചെമ്മീനെടുത്ത് വറക്കാനായിട്ട് എടുത്തു കേട്ടോ. ഉണ്ണിക്കുട്ടൻ അങ്ങനെ മീനൊന്നും വലിയ നിർബന്ധമുള്ള കൂട്ടത്തിലല്ല. അവൻ ചിക്കൻ്റെ ആളാണ്. എന്നും ഇപ്പോൾ ചിക്കൻ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ചെറിയ മീനും ഇതുപോലുള്ള ചെമ്മീനും ഒക്കെ വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾ കഴിക്കും. പക്ഷേ ഇങ്ങനെ എന്നും വറുത്തൊന്നും കൊടുക്കാറില്ല കേട്ടോ. അതുകൊണ്ട് മിക്ക ദിവസവും മോരുകറിയാണ് കൊടുക്കുന്നത്. മോരുകറി കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ ഇച്ചിരി ചോറൊക്കെ കഴിക്കാനായിട്ട് താല്പര്യം കാണിക്കും. അങ്ങനെ ഏതായാലും ചോറ് കൊടുത്തു വിടാൻ പറ്റത്തില്ല എന്ന് കരുതിയതാണ്. ഏകദേശം നമ്മുടെ എല്ലാ പരിപാടികളും തീരാറായതുകൊണ്ട് ചോറ് കൊടുത്തു വിടാം എന്ന് തന്നെ കരുതിയിരിക്കുവാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ജോലി തീർന്നപ്പോൾ 10 മണിയോളമായി. ചേട്ടൻ ഇന്ന് കടയിൽ പോയപ്പോഴും ഒത്തിരി ലേറ്റായിപ്പോയി. ഇനി എൻ്റെ ബാക്കി ജോലികളെല്ലാം കഴിയുമ്പോൾ 11 മണി കഴിയുന്നത് ഇനിയൊരു 12 മണിയൊക്കെ ആവും ജോലിയൊക്കെ കഴിയാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എനിക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് കരുതുന്നു. പക്ഷേ ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും ഈ 2 കുട്ടിപ്പട്ടാളങ്ങളും കൂടെ അത് ഇടയ്ക്ക് വന്ന് ബ്ലോക്ക് ചെയ്യുവേ. എന്നാലും ഇവരുമായിട്ട് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ഒരു വിശേഷം. അപ്പം ടാറ്റാ ബൈ ബൈ, നാളെ കാണാം.